സാറേ, ഈ വാജിവാഹനം തന്ത്രിയുടെ അവകാശമാണെന്നാണ് അവരുടെ ഒരു വാദം, ആ കുടുംബത്തിൻ്റെ ഒരു വാദം. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലുണ്ട് വാജിവാഹനങ്ങളൊക്കെ, ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയെങ്കിൽ വേണമെങ്കിൽ പോയി എടുത്തോ എന്ന് ED ഇവരോട്, SIT-യോട് ഇദ്ദേഹം വളരെ ധാർഷ്ട്യത്തോടെ പറയുകയും ചെയ്തു. ആദ്യ ദിവസം ചോദ്യം ചെയ്തപ്പോൾ തന്നെ SIT വിട്ടില്ല. SIT പോയിട്ട് അദ്ദേഹം പറഞ്ഞതും അതിനപ്പുറത്തും ഒക്കെ ഉള്ളത് റെയ്ഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വീട് സെർച്ച് ചെയ്ത് ഈ വാജിവാഹനങ്ങൾ കണ്ടെടുത്ത് തൊണ്ടി മുതലായി പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ തൊണ്ടി മുതൽ കൊടുത്തതോടുകൂടി ഒരു പക്ഷേ അതിൻ്റെ പിന്നിൽ ഈ തന്ത്രിയുടെ കേസിൽ നിന്ന് തന്നെ രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും തരത്തിൽ യഥാർത്ഥ തെളിവ് നശിപ്പിക്കാനോ എന്തായിരിക്കണം തന്ത്രിയുടെ പിന്നിൽ തന്ത്രിയുടെ പിന്നിൽ ഒരു കുതന്ത്രം ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് സ്വന്തം വീട് റെയ്ഡ് ചെയ്യിച്ചതുപോലെയാണത്. അതായത് ഈ തന്ത്രിയുടെ ചേരി ശക്തമായ ചേരിയാണല്ലോ. കാശിനൊന്നും പഞ്ഞമില്ല, സ്വാധീനത്തിനൊന്നും പഞ്ഞമില്ല. എല്ലാ പാർട്ടികളിലൊക്കെ സ്വാധീനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ശബരിമല എന്ന് പറഞ്ഞൊരു ആഗോള പ്രസിദ്ധിയുള്ള ക്ഷേത്രത്തിന്റെ തന്ത്രി ആയതുകൊണ്ട് പിന്നെ ആഗോള ബന്ധങ്ങൾ വേറെയും കാണുമല്ലോ. അപ്പോൾ ഇതിപ്പോ സുഭാഷ് കപൂറിന്റെ പേര് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാരൻ. അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആന്റിക് വാല്യൂ ഉള്ളതാണല്ലോ. ഇന്ത്യയിൽ നിന്ന് കടത്തുമ്പോൾ 1000 കൊല്ലം 2000 കൊല്ലമൊക്കെ പഴക്കമുള്ള വിഗ്രഹങ്ങളൊക്കെയാണ്. അതിനാണ് വില കിട്ടുന്നത്. 1000 കോടിയോ 500 കോടിയോ ഒക്കെ കിട്ടുന്നത്. ഇയാള് പുരാവസ്തു വകുപ്പിന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് കൊള്ള ചെയ്തിട്ട് അതിന്റെ റെപ്ലിക്ക എടുക്കും, മോൾഡ് പുതിയത് ഉണ്ടാക്കും, റെപ്ലിക്ക. എന്നിട്ട് ഈ റെപ്ലിക്ക പുരാവസ്തു വകുപ്പിന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ അവരിത് പുരാവസ്തു അല്ല, പുതിയതാണ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആ ഒറിജിനലില്ലേ പഴയത് അത് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരുന്നു. അതാണ് മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത്. ഈ സുഭാഷ് കപൂറിന് ഈ ശബരിമലയ്ക്കായിട്ട് ബന്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ആദ്യമേ ഉന്നയിച്ചത് ഹൈക്കോടതിയാണ്. സുഭാഷ് കപൂറിനെ പറ്റി ഞാൻ നേരത്തെ സംസാരിച്ച് ഒരു വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. അയാളിപ്പോൾ ഇന്ത്യയിൽ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ശബരിമലയിൽ വിജിലൻസ് ഓഫീസറായിരുന്ന IPS ഓഫീസർ, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാജിവാഹനത്തില് കൊടിമരത്തില് ആരെങ്കിലും നേരത്തെ നോട്ടമിട്ടിട്ടുണ്ടാവും, ഇതിന് വലിയ വാല്യൂ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. എന്നാ ഈ വാജിവാഹനം നമുക്ക് വേണമല്ലോ എന്ന് കരുതിയതിന്റെ ഫലമായിട്ടായിരിക്കണം 2017 ആവശ്യമില്ലാതെ ആ കൊടിമരം അവിടുന്ന് മാറ്റി പുതിയത് കൊണ്ടുവന്നത്. കാരണം 47 കൊല്ലമായിട്ടുണ്ടായിരുന്നുള്ളൂ. കൊടിമരം ദ്രവിച്ചു എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിപ്പിക്കുകയൊക്കെ ചെയ്തു. ദേവപ്രശ്നമൊക്കെ വേണമല്ലോ, ദേവന്റെ ഹിതം എന്നൊക്കെ പറയുന്നത്. ദേവപ്രശ്നമൊക്കെ ആധുനികമാണ് കേട്ടോ. അതൊന്നും പണ്ട് തന്ത്രസമുച്ചയം പോലെയുള്ളതിലൊന്നും ഉള്ള കാര്യമല്ല. അതെന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഇത് മറ്റേ കോൺക്രീറ്റ് ആണല്ലോ. പിന്നെ എങ്ങനെ ദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യമൊക്കെ ഉണ്ടല്ലോ, ചെതലരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് പൊളിച്ചാൽ മാത്രമേ അതിൽ നിന്ന് വാജിവാഹനം കടത്താൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന ആശയമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊടിമരം പൊളിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്പോൺസറായിട്ട് വന്നിട്ട് അവിടെ മണിമണ്ഡപമൊക്കെ നിർവഹിച്ചിട്ടുണ്ട്. 2017 കാലത്ത് തന്നെ പണ്ട് കീഴ്ശാന്തിയുടെ സഹായിയൊക്കെ ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്പോൺസറായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തന്ത്രിയുടെ ചേരി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, ഒന്നാമത്തത് തന്ത്രസമുച്ചയത്തിൽ ഇത് വാജിവാഹനം ഈ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാദം. ഒന്ന് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്നത് മൂലബിംബത്തിനെ പറ്റിയിട്ടാണ്, വിഗ്രഹമില്ലേ, വാഹനത്തിനെ പറ്റിയൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ തന്ത്രസമുച്ചയം എഴുതുന്നത് 15-ാം നൂറ്റാണ്ടില്ല, ചേന്നാസ് നാരായണൻ നമ്പൂതിരി. അപ്പോൾ ആ സമയത്ത് ഈ സ്വർണ്ണക്കൊടിമരമൊന്നും ഇല്ല അമ്പലത്തിൽ, അടയ്ക്കാമരത്തിൻ്റെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇത് പറയുമോ? അതിൻ്റെ അകത്ത് മൂലവിഗ്രഹം മറ്റേ കല്ലാണെങ്കിൽ അത് നദിയിൽ ഒഴുക്കി കളയുക, ലോഹമാണെങ്കിൽ ഉരുക്കുക.
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇത് ജഡം പോലെയാണ്, മൃതവസ്തുവായിട്ടാണ് പൊളിച്ചു കഴിഞ്ഞാൽ കാണുന്നത്. അപ്പൊ ലോഹമാണെങ്കിൽ ഉരുക്കിയിട്ട് ഗുരുവിന് യജമാനൻ കൊടുക്കുക എന്നാണ് മൂലവിഗ്രഹത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് അയ്യപ്പന്റെ സ്വത്താണ്. കാരണം ഇത് കോടികൾ വിലയുള്ളതാണെങ്കിൽ, സ്വർണ്ണമൊക്കെ പൊതിഞ്ഞതാണെങ്കിൽ ഇത് പൊതുസ്വത്ത്. ഈ 2012 ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ടല്ലോ, ഇത് പൊതുസ്വത്താണ്, ഇത് വേറെ ആർക്കും കൈമാറാവുന്നതല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ലേലം ചെയ്താലും കിട്ടില്ലേ വലിയ തുക. അപ്പൊ ഇത് അയ്യപ്പന്റെ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്ത്രസമുച്ചയം കൊണ്ടുവന്ന് ഈ മൂലബിംബത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഇതിലും ബാധകമാണെന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്കിൽ പോലും ആധുനിക കാലത്ത് ബാധകമാക്കാൻ പാടില്ല. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം ഇന്ത്യയുടെ നിയമല്ലേ വേണ്ട. ഇപ്പൊ ശ്രീവരാഹൻ ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് ഇതുപോലെ കൊടിമരം മാറ്റിയപ്പോഴുള്ള അവിടെ അതിലെ വാഹനം, ദേവന്റെ വാഹനം തന്ത്രിക്ക് കൊടുത്തത് ഇഷ്യൂ ആയി, കേസായി. അത് കഴിഞ്ഞിട്ട് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. അത് പിന്നീട് തന്ത്രിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു, കേസൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. പല ക്ഷേത്രങ്ങളിൽ ഈ തന്ത്രസമുച്ചയം പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ആന്റിക് വാല്യൂ ഉള്ളത് കൊണ്ടാണ് പല സ്ഥലത്തും കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് കേരളത്തിലൊരു മ്യൂസിയം ഉണ്ടാക്കിക്കൂടെ മാഷെ? മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇത് പൊതുസ്വത്താണെങ്കിൽ ഇതൊക്കെ ഒരു വെച്ചിട്ടൊരു വലിയ മ്യൂസിയം ഉണ്ടാക്കിക്കൂടെ? എന്തിനാണ് തന്ത്രിമാർക്ക് കൊടുക്കുന്നത്? നമുക്ക് തന്ത്രസമുച്ചയം ബാധകമാണെങ്കിൽ എല്ലാ കാര്യത്തിലും തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുണ്ട് ശൂദ്രർ ഒഴിച്ചുള്ള ആളുകൾ അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് അതൊക്കെ നടപ്പാക്കണ്ടല്ലേ? ഇതൊക്കെ നടപ്പാക്കുമ്പോൾ മൊത്തത്തിൽ നടപ്പാക്കണം. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 15-ാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ കൊടിമരങ്ങളും സ്വർണം പൊതിച്ചതും, സ്വർണ്ണമൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അയ്യപ്പന്റെ സ്വത്തല്ലേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ ഒരു വാദം ഈ തന്ത്രിയുടെ ആളുകൾ തന്ത്രിയുടെ കൂടെ നിൽക്കുന്ന അവതാരകരും അല്ലാത്തവരും പാനലിസ്റ്റുകളും ഒക്കെ ഉന്നയിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഇത് കൊടിമരം പൊളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് കമ്മീഷണർ ഇത് ഹൈക്കോടതിയെ അറിയിച്ചു. അപ്പോൾ ഹൈക്കോടതിയിൽ ഈ അന്ന് 2017 കൊടിമരം മാറ്റിയത്, വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തത്, ഇതൊക്കെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ അഡ്വക്കേറ്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഹൈക്കോടതി. മാഷെ അതുകൊണ്ട് എങ്ങനെയാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടെന്ന് ഹൈക്കോടതി സമ്മതിച്ചു എന്ന് പറയുന്നത്? കാരണം എന്താന്ന് വെച്ചാൽ അന്ന് കൊള്ള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ലല്ലോ. അന്ന് ഇഷ്യൂ വന്നിട്ടില്ല. അവിടെ തന്നെ എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. ഈ മറ്റേ അണ്ടർവെയർ വെട്ടിത്തയ്ച്ചില്ലേ ആന്റണി രാജു, ആ ആന്റണി രാജു അണ്ടർവെയർ വെട്ടിത്തയ്ച്ചത് ശരിവെച്ചിട്ട് ഓസ്ട്രേലിയയിലെ ആൻഡ്രൂ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് പ്രതിയെ ഹൈക്കോടതി വിട്ടയച്ചു. ഇപ്പോ അതന്ന് ഹൈക്കോടതിക്ക് അറിയില്ല ഇത് വെട്ടിത്തയ്ച്ചതാണെന്നൊക്കെ. ഇപ്പൊ അത് വിധി വേറെ വന്നില്ലേ, വെട്ടിത്തയ്ച്ചതാണെന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതി ആ പഴയ വിധിയിൽ തന്നെ ഹൈക്കോടതി ഉറച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആ മയക്കുമരുന്ന് കേസ് ചൂണ്ടരല്ലേ വേണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ അതിൻ്റെ അകത്ത് കൊള്ളയുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഹൈക്കോടതി നേരത്തെ സമ്മതിച്ചതാണെന്ന് പറയുന്ന വാദത്തിൽ വല്ല കുഴപ്പമുണ്ടോ? മാത്രമല്ല അതൊരു വിധിയുടെ ഭാഗമല്ലല്ലോ ഹൈക്കോടതിയുടെ. അഡ്വക്കേറ്റ് കമ്മീഷണർ അറിയിച്ചു. അഡ്വക്കേറ്റ് കമ്മീഷണർ പല സ്ഥലത്തെയും ഈ വാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്ന് പല സ്ഥലത്തെയും പറ്റിയെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ ഇതിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തിക്കൂടെ? SITക്ക് ഒക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇനി 2 പ്രതിയും കൂടി വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു പ്രതി വേണമെങ്കിൽ VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാറും ആവാം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ഈ മറ്റേ ഹൈക്കോടതി ഇത് നേരത്തെ അറിഞ്ഞാണ് 2017 തന്നെ. അതുകൊണ്ട് തന്ത്രിക്ക് അവകാശപ്പെട്ടാണെന്നുള്ള ഈ വാദം പൊളിയുന്നൊരു സംഭവമുണ്ട്. SIT ഈ വാജിവാഹനത്തിന്റെ കാര്യം ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ SIT അറിയിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദ്വാരപാലക ശില്പങ്ങളുടെ പാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 3 പേർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പരിശോധന നടക്കുകയാണ്.
കട്ടിളപ്പാളികളുടെ കേസിൽ 2 പേരുടെ പങ്ക് കൂടി സംശയിക്കുന്നുണ്ട്. അഷ്ടദിക്പാലകരുടെ കാര്യത്തിലുള്ള അന്വേഷണം അനിവാര്യമാണ്. അഷ്ടദിക്പാലകർ എന്നൊക്കെ പറഞ്ഞത് കൊടിമരത്തിലുള്ളതാണെന്നേ. അപ്പൊ കൊടിമരം മൊത്തത്തിൽ ഹൈക്കോടതിയും സമ്മതിച്ചിട്ടുണ്ട്. 2017 എന്തടിസ്ഥാനത്തിലാണ് കൊടിമരം മാറ്റിയതെന്ന് അന്വേഷിക്കണമെന്ന്. അപ്പൊ പിന്നെ വാജിവാഹന അന്വേഷണത്തിന്റെ പരിധിയിലല്ലേ കിടക്കുന്നത്. പഴയ കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന വാജിവാഹനം അന്നത്തെ ബോർഡ് തന്ത്രി കണ്ഠര് രാജീവർക്ക് കൈമാറിയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. പഞ്ചലോഹ നിർമ്മിതമായ ഇതൊക്കെ കൊടിമരം സംബന്ധിച്ചു അന്വേഷണം നടക്കുകയാണ്. SIT അറിയിച്ചു. ഈ വാജിവാഹനം കണ്ടെടുത്തു. പഞ്ചലോഹ നിർമ്മിതമായ വാജിവാഹനത്തിന് 10.68 കിലോയാണ് ഭാരം. അതിൻ്റെ പുറത്ത് വലിയ തോതിൽ സ്വർണത്തിന്റെ സാന്നിധ്യവും ഉണ്ട്. ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഈ വാജിവാഹനത്തിന്റെ കാര്യം ദുരൂഹമാണ്, സംശയാസ്പദമാണ് എന്ന് SIT ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. അത് ന്യൂസാണ്, തീർച്ചയായിട്ടും വാർത്തയാണ്. ആ കൂട്ടത്തില് സാറിന്റെ ഫൈൻഡിങ്സും നിരീക്ഷണങ്ങളും വെച്ചുകൊണ്ട് അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ SIT തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വാജിവാഹനങ്ങളുണ്ടല്ലോ, അത് വാജിവാഹനം അത് ഒറിജിനൽ ആണോ, റെപ്ലിക്ക ആവാൻ സാധ്യതയുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ബാക്കി സാധനങ്ങളിൽ നിന്നൊക്കെ 15 സാമ്പിൾ എടുത്തു. ഇത് മൊത്തത്തിൽ മാറ്റിയതാണ്. മറ്റേ കട്ടിളപ്പാളികൾ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞ റെപ്ലിക്കയാണെന്ന് കണ്ടെത്തിയല്ലോ, ഒറിജിനൽ അല്ല കൊണ്ടുവന്നതും. കാരണം എങ്ങനെയാണ് VSSCയുടെ രാസപരിശോധന ബലം വന്നത്? എങ്ങനെയാ? യഥാർത്ഥ പാളി നിക്കൽ, അക്രിലിക് പോളിമർ എന്നിവയുടെ അടുക്കുണ്ടായിരുന്നില്ല. നിലവിലെ പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ നിക്കൽ, അക്രിലിക് പോളിമർ എന്നിവയുടെ അടുക്കുണ്ട്, എന്നാൽ മെർക്കുറി ഇല്ല. സ്വർണത്തിന്റെയും നിക്കലിന്റെയും അടുക്കുകളുടെ കനത്തിലും വ്യത്യാസം. പാളികളിൽ കൃത്രിമം കാട്ടിയതിൻ്റെയും മാറ്റിവെച്ചതിൻ്റെയും രീതികളും ചെയ്ത വിധവും സൂചിപ്പിക്കുന്നതാണിത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കണ്ടെത്തിയ വാജിവാഹനം ഒരു റെപ്ലിക്കയല്ലേ, ഒറിജിനൽ ആണോ എന്നുള്ള പരിശോധന ഇനി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് സാമ്പിൾ എടുത്തിട്ടും അത് അതിൻ്റെ ഫോറൻസിക് പരിശോധന VSSC നടക്കേണ്ടതുണ്ട്. ആ വാജിവാഹനം തന്നെ റെപ്ലിക്ക ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതായത് മറ്റേ കൊടിമരത്തിൽ നിന്ന് തന്ത്രിക്ക് കൊടുത്തുവിട്ട വാജിവാഹനം അത് വിറ്റുപോയിട്ടുണ്ടോ, രാജ്യാന്തര വിപണിയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയം. എന്നിട്ടിപ്പോ SIT കണ്ടെടുത്തത് പിന്നെ കേസും കൂട്ടാവുക എന്ന് കണ്ടപ്പോ ഒരു റെപ്ലിക്ക ഉണ്ടാക്കി വീട്ടിൽ വെച്ചതാണോ? തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാറ് തുടക്കത്തിൽ തന്നെ വല്ലാത്തൊരു ആശങ്ക, വല്ലാത്തൊരു ആപൽക്കരമായ സാധ്യത ഈ കേസിലെ ഒരു ടേൺ ആയിട്ട് വരികയാണത്. കാരണം ഒറിജിനൽ വാജിവാഹനം കൃത്രിമമായ രേഖയിലൂടെ, റെപ്ലിക്കയ്ക്ക് വേണ്ടി സമ്പാദിച്ച രേഖ വെച്ച് ഒറിജിനൽ വാജിവാഹനം വിദേശത്തേക്ക് കടത്തി ആന്റിക് മാർക്കറ്റിൽ കോടാനുകോടികളായി മാറുകയും ഈ റെപ്ലിക്ക ഒറിജിനൽ എന്ന രീതിയിൽ നമ്മളെ അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുകയും. അതാണ് ഇതിൻ്റെ അകത്ത് ഈ തന്ത്രിക്ക് ഇത് അവകാശപ്പെട്ടതാണെന്നൊക്കെ പറയുന്ന കള്ളം പൊളിയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൊടിമരം എന്തിനു മാറ്റി എന്നുള്ളത് തന്നെ അന്വേഷിക്കുകയാണല്ലോ. അപ്പൊ കൊടിമരം നമുക്ക് മാറ്റണം എന്ന് തന്ത്രിയും കൂട്ടരും എല്ലാം കൂടി ദേവപ്രശ്നത്തിന്റെ ഉപജ്ഞാതാക്കളും ഒക്കെ ഉണ്ടല്ലോ. ഇത് കൊടിമരം മാറ്റുന്നതിനെ വാജിവാഹനം പോലുള്ള സാധനങ്ങൾ കൈവശപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കള്ളക്കഥ തീർന്നില്ലേ? തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്തൊരു മാനത്തിലേക്ക് ഈ കേസ് പോവുകയാണ്. തന്ത്രി വെറുതെ ഉപദേശം ചോദിച്ചപ്പോൾ തലയാട്ടുക മാത്രമല്ല, ഒരുപക്ഷെ ഇതിന്റെ സൂത്രധാരകൻ തന്നെ തന്ത്രിമാരായി തീരുന്ന ഒരു ടേണിലാണ്, ഒരു വഴിത്തിരിവിലാണ് ഇപ്പോൾ ഈ കേസ് എത്തി നിൽക്കുന്നത്. സാറിന്റെ ഈ നിരീക്ഷണങ്ങളും കൂടി തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് പുതിയ ഉൾക്കാഴ്ച നൽകും എന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.